ഇന്ന് നമ്മളുള്ളത് ഒരു ആര്യവൈദ്യശാല കൊണ്ട് പ്രശസ്തമായ പ്രദേശത്താണ്. ഇവിടുത്തെ പൂരവും പ്രശസ്തമാണ്. കോട്ടയ്ക്കൽ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാതി വരെയൊക്കെ ഇവിടെ വള്ളുവനാട് രാജാവിന്റെ പട്ടാളത്താവളമായിരുന്നു പോലും. ഈ പ്രദേശത്തെ ജന്മി നാടുവാഴി സമ്പ്രദായത്തിന് 12 നൂറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ടെന്നാണ് ചരിത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഈ ഗ്രാമം ബ്രിട്ടീഷ് ആധിപത്യത്തിന് തൊട്ടു മുമ്പ് വരെ സാമൂതിരി രാജാവിന്റെ അധീനതയിലായിരുന്നു. ഇടക്കാലത്ത് ആക്രമണത്തിലൂടെ ഈ പ്രദേശം ടിപ്പു സുൽത്താൻ അധീനതയിലാക്കി. ടിപ്പു സുൽത്താന്റെ പടയോട്ടം ഈ പ്രദേശത്തു കൂടിയും കടന്നുപോയിട്ടുണ്ട്. വള്ളുവ കോനാതിരയുടെ സേനാപതിയായിരുന്ന കരുവറയൂർ മൂസത് പണി കഴിപ്പിച്ച കോട്ടയും കിടങ്ങുകളും ഇവിടെ ഉള്ളതുകൊണ്ടാവണം ഈ പ്രദേശത്തിന് കോട്ടയ്ക്കൽ എന്ന പേര് ലഭിച്ചത്. ശ്വേതദുർഗം, വെങ്കിടകോട്ട എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കൃഷിയും കാർഷിക സംസ്കാരവും അനുകരണീയമാണ്. അങ്ങനെയാണേലും കോട്ടയ്ക്കൽ പട്ടണം ഒരു മിനി ഗൾഫാണ്. സാഹിത്യകാരനായ PV കൃഷ്ണവാര്യർ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ മേധാവിയായിരുന്ന ഡോക്ടർ PK വാര്യർ, ആയുർവേദ പണ്ഡിതൻ വൈദ്യരത്നം PS വാര്യർ, മുൻ മന്ത്രി UA ബീരാൻ സാഹിബ്, സമദാനി, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, ഡിപ്ലോമാറ്റായ MK വെള്ളോടി, സംസ്കൃത കവയിത്രിയായ മനോരമ തമ്പുരാട്ടി, ഗായകനായ സച്ചിൻ വാര്യർ, നർത്തകൻ കോട്ടയ്ക്കൽ ശശിധരൻ, കോട്ടയ്ക്കൽ ശിവരാമൻ, കഥകളി ഗായകനായ കോട്ടയ്ക്കൽ മധു, ഗവേഷകയായ ഡോക്ടർ ജയശ്രീ, ഇസ്ലാമിക് പണ്ഡിതനായ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ചിന്താവിഷ്ടിയായ ശ്യാമള ഫെയിം സംഗീത, ജേർണലിസ്റ്റ് VC ബാലകൃഷ്ണ പണിക്കർ തുടങ്ങിയവരൊക്കെ ഈ നാടിന്റെ സംഭാവനയാണ്. വിട്ടുപോയവരെ കമന്റ് ചെയ്യണേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.